പല മാതാപിതാക്കളും അസുഖങ്ങളായിട്ട് ഞങ്ങളെടുത്ത് വരുമ്പോൾ അസുഖത്തിൻ്റെ മൂല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ പേരൊന്നും പറയാറില്ല. മക്കളെ ആരും കുറ്റപ്പെടുത്തില്ല. ഉറക്കക്കുറവായിരിക്കും, ദഹന പ്രശ്നമായിരിക്കും, ടെൻഷനായിരിക്കും, മുടികൊഴിച്ചിലായിരിക്കും, ഒരു സ്വസ്ഥത ഇല്ലായ്മയായിരിക്കും, കാല് കടച്ചിലായിരിക്കും, മാറി മാറി വരുന്ന വേദനകളായിരിക്കും. ഒരു 2 ആഴ്ച 3 ആഴ്ച മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അവർ അസുഖം ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന്. അധികവും അത് മനസ്സിനായിരിക്കും. അവിടെ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കൗമാരപ്രായത്തിലുള്ള മക്കളുണ്ടോ? ജെൻസി കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് അസുഖത്തിൻ്റെ കാരണം? എന്താണ് കാരണം? കുട്ടികളാണ് കാരണം, അല്ലേ? മക്കളാണ് കാരണം. ഞാൻ ഒറ്റ അനുഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഒരു +2 വിദ്യാർത്ഥിനി എൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്നു. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ജീവിതം മടുത്തു. വേഗം മടുപ്പ് വരികയാണ്. നിങ്ങൾക്ക് സീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മടുക്കുകയാണ്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. റീല് മാറുന്ന പോലെ ജീവിതത്തിൻ്റെ സീന് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയണം. അത് മാറുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ അവൾക്ക് മടുത്തു. ഇനി മരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പം അതിൽ നിന്ന് ആ തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ക്ലിനിക്കിൽ വന്നത്. അപ്പം ഞാൻ കുറേ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ശരി ഡോക്ടറെ, ശരി, ഞാനെന്നാൽ എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റാം. പക്ഷേ ഡോക്ടർ എനിക്കൊരു വാക്ക് തരണം, എനിക്കൊന്ന് സന്തോഷിക്കണം. ഡോക്ടർ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള സോഴ്സ് തരുമോ? സന്തോഷം വേണമെന്ന്, ഹാപ്പിനെസ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? കലക്കി കൊടുക്കാൻ പറ്റുമോ കഷായമായിട്ട്? അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? പൊതുവേ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ വീടാണല്ലോ സന്തോഷം. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടിൽ ഞാൻ ഒറ്റ മോളാണ്, അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്, ഒറ്റ മകളാണ്. എൻ്റെ വീട്ടിലെ സീനൊക്കെ ഭയങ്കര ഡാർക്ക് സീനാണ്.